ഞാനും മിൻഹാജും ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിലാണ്. 2 വർഷം മുമ്പാണ് ഞങ്ങൾ ആദ്യമായിട്ടും സ്വിറ്റ്സർലാൻഡ് വിസിറ്റ് ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ടൈമാണ്. ആദ്യത്തെ വിസിറ്റിൽ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കൺട്രി. മാത്രമല്ല വീണ്ടും വരണമെന്നൊരു ആഗ്രഹം തോന്നിയ ഒരു കൺട്രി കൂടിയാണിത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പോകാൻ പറ്റാത്ത കുറച്ച് സ്ഥലങ്ങളും കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ റീവിസിറ്റ് ചെയ്യാനും ഉള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇന്ന് ഒരുപാട് പ്ലാനുകളുണ്ട്, പക്ഷേ ഒന്നും നമുക്ക് റഷ് ചെയ്ത് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് സ്വിറ്റ്സർലാൻഡ് വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വിസ് പാസ് എടുക്കാം. അതുവഴി നമുക്ക് കുറച്ച് ക്യാഷ് സേവ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരു കാറ് റെന്റ് ഔട്ട് ചെയ്യാം. സ്വിറ്റ്സർലാൻഡിൽ നമുക്കറിയുന്ന പോപ്പുലർ ആയിട്ടുള്ള സ്ഥലങ്ങളല്ലാതെ ഒരുപാട് നല്ല ഭംഗിയുള്ള ഹിഡൻ സ്പോട്ടുകളും അതുപോലെ തന്നെ കുറേ റിമോട്ട് ഏരിയാസും ഉണ്ട്. അവിടെയൊക്കെ എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ഒരു കാറ് റെന്റ് ഔട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് യൂറോപ്പിലെ ലാർജസ്റ്റ് വാട്ടർഫോൾ ആയ റെയിൻഫോൾസ് കാണാൻ വേണ്ടിയാണ്. റെയിൻഫോൾസ് സ്വിറ്റ്സർലാൻഡിലെ ഒരു വാട്ടർഫോൾ ആണെങ്കിലും ജർമ്മൻ ബോർഡറിനോട് ക്ലോസ് ആയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റി ബോട്ട് റൈഡ്സ് തന്നെയാണ്. ഈ ബോട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മളെ റെയിൻഫോൾസിന്റെ അടുത്ത് വരെ കൊണ്ടുപോകും. കുറച്ച് നനയെങ്കിലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത്. സ്പ്രിങ്ങിലും സമ്മറിലും ആണ് ഈ വാട്ടർഫോൾ ഏറ്റവും പവർഫുൾ ആയിട്ട് ഫ്ലോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ലുസേൺ സിറ്റി കാണാനാണ്. വളരെ പിക്ചറിസ്റ്റിക് ആയ ഒരു മിഡീവിയൽ ടൗണിന്റെ ഫീൽ ഉള്ള ഒരു സിറ്റിയാണിത്. ഇവിടെ വളരെ ഫേമസ് ആയ റെഡ് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത ഒരു വുഡൻ ചാപ്പൽ ബ്രിഡ്ജ് ഉണ്ട്. എനിക്ക് ആ ബ്രിഡ്ജിൽ കൂടെ നടക്കാനും ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അത് നടന്നു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഓൾഡ് ടൗൺ ഒക്കെ ഒന്ന് കറങ്ങി കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു.